ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂലേക്ക് സ്വാഗതം. നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ മൂവിയെ കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് ബിപിൻ ദാസ് ആണ്. അതിന് മുൻ ചിത്രം അന്താശ്രീ, അതുപോലെ തന്നെ ജയ ചിത്രങ്ങളായിരുന്നു. ആ ബിപിനിൽ നിന്നും ഒരുപാട് പ്രതീക്ഷകളോടെ തന്നെയാണ് നമ്മൾ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ ചിത്രം കാണാൻ വേണ്ടി കാത്തിരുന്നതും. തീർച്ചയായിട്ടും ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആ പ്രതീക്ഷ ഒട്ടും നമ്മൾ നിരാശയാക്കില്ല എന്ന് മാത്രമല്ല, ഒരു ഒരു സമാധാനം കിട്ടിയൊരു അവസ്ഥ തന്നെയാണ് ചിത്രം കണ്ടപ്പോൾ തോന്നിയത്. കാരണം കുറേ ശേഷം അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് കിട്ടിയിട്ടുള്ള വീണ്ടും മലയാള സിനിമ തിരിച്ചറിവ് തന്നെയായിരുന്നു നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തത് ബിപിൻ ദാസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റിംഗ് ചെയ്തിട്ടുള്ള ദീപു പ്രദീപാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നിർമ്മാണം സുപ്രിയ, അതുപോലെ തന്നെ E4 എൻ്റർടൈൻമെൻറ്റ് എന്നാണ് ഇതിൻ്റെ നിർമ്മാണം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് താരങ്ങളുണ്ട്. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ, അതുപോലെ ബേസിൽ ജോസഫ്, അനശ്വര രാജൻ, നിഖില വിമൽ, ജഗദീഷ്, അതുപോലെ തന്നെ ഇൻഷാദ് തുടങ്ങിയ ഒരുപാട് താരങ്ങളുണ്ട് ചിത്രത്തിൽ. ഒരു കോമഡി ഫൺ എലിമെൻറ്റ്സ് എന്ന ചിത്രം തന്നെയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ എനിക്ക് സമ്മാനിച്ചത്. കാരണം തുടക്കം തൊട്ട് ഒടുക്കം വരെയും കോമഡി തന്നെയാണ് അവർ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ചിലയിടത്തൊക്കെ വിജയിച്ച്, ചിലയിടത്തൊക്കെ വൻ പാളിപ്പോയെന്ന് തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്കിൽ പോലും ഗുരുവായൂർ അമ്പലനടയിൽ ചിത്രം നമ്മൾ കാണുമ്പോൾ ഒട്ടും തന്നെ നിരാശയില്ല. അത് നമ്മളതിൻ്റെ സ്റ്റോറിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ട്രെയിലും ടീസറും കണ്ട ഓരോ വ്യക്തി മനസ്സിലായിരിക്കും ഒരു കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കല്യാണം വൈബും അത് മുടക്കാനും അല്ലെങ്കിൽ അത് നടത്താനും വേണ്ടി ശ്രമിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് തുടക്കത്തോടെ കൊടുക്കുവാനും കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ നമ്മുടെ നായകൻ കല്യാണം മുടക്കാൻ നടക്കുന്നു, സെക്കൻഡ് ഹാഫ് പ്രതിനായകൻ കല്യാണം മുടക്കാൻ വേണ്ടി നടക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് മുന്നോട്ട് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഒരു കല്യാണത്തിൻ്റെ വൈബ് തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് പാട്ടുകളും ഒരു കളർഫുൾ ഒരു ഫൺ എലിമെൻറ്റ്സ് തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ പറഞ്ഞിട്ടുള്ള മൂവിയെ കുറിച്ച് പറയാനുള്ളത്. ഏറ്റവും വലിയ പോസിറ്റീവ് എനിക്ക് പറയാനുള്ളത് ഓരോ വ്യക്തിയുടെ പ്രകടനം തന്നെയാണ്. കാരണം ഒട്ടും തന്നെ താൻ അവതരിപ്പിച്ച കഥാപാത്രം ഒരു പോരായ്മ വരുത്താതെ തനിക്ക് വേണ്ടത് എന്താണോ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് വേണ്ട എന്താണോ ആ രീതിയിൽ തന്നെയാണ് ഓരോ വ്യക്തികളും ചെയ്തിട്ടുള്ളത്. എടുത്തു പറയേണ്ട ബേസിൽ ജോസഫ് ചെയ്ത കഥാപാത്രമാണെങ്കിലും അതുപോലെ തന്നെ അനശ്വര രാജൻ, പൃഥ്വിരാജ് സുകുമാരൻ. ഞാൻ തന്നെ കുറച്ച് മുമ്പ് ഇതിൻ്റെ ഒരു ടീസറും ട്രെയിലറും വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, കാരണം പൃഥ്വിരാജിൻ്റെ കോമഡി വഴങ്ങോ ഇല്ല, കണ്ടപ്പോൾ ഒട്ടും തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന്. പക്ഷെ അത് ഞാൻ തിരിച്ചെടുക്കുകയാണ്. കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ അനായാസ് അത് വ്യത്യസ്തമായി തന്നെ ഇതിലുള്ള കോമഡി ചെയ്ത് വലിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് തന്നെ ആ വ്യക്തി തനിക്ക് വേണ്ട ആ കഥാപാത്രം എന്താണ്, ആനന്ദൻ എന്ന് പറയുന്ന കഥാപാത്രം അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇമോഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ദേഷ്യമാണെങ്കിലും കോമഡീസ് ആണെങ്കിലും ആ കഥാപാത്രം കടന്നു പോകുന്നുണ്ട്. എടുത്തു പറയേണ്ട അതുപോലെ തന്നെ നമ്മുടെ ഈ രണ്ട് പൃഥ്വിരാജിൻ്റെ അച്ഛനമ്മ കഥാപാത്രം ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിലും അതുപോലെ തന്നെ ബേസിലിൻ്റെ അച്ഛനമ്മ കഥാപാത്രം ചെയ്ത വ്യക്തികളാണെങ്കിൽ പോലും മികച്ച കഥാപാത്രം തന്നെയാണ് രണ്ട് വ്യക്തികളും ചെയ്തതൊട്ടും തന്നെ ബോറടിപ്പിച്ചില്ല. യോഗ്യഭാവി കടന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ട ഒരു സ്പേസ് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഹാഫ് ഫുൾ ഒരു കോമഡി ഒരു എലിമെൻറ്റ് കൂടി തന്നെയാണ് ഇൻ്റർവെൽ ബ്ലോഗ് കടന്നു പോകുന്നത്. കാരണം ഒട്ടും തന്നെ പ്രതീക്ഷിച്ച സമയത്തിന് ഇൻ്റർവെല്ലും, കാരണം ഒരു വളരെ സിമ്പിളായിട്ട് ഇൻ്റർവെല്ലാണ്. ലേറ്റുമായി എടുത്ത് പറയാനുള്ളത് ടൈറ്റിലായിരുന്നു. കാരണം ടൈറ്റിൽ സാധാരണ പടത്തിലെ പോലെ വലിയ ബിൽഡപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ 2-3 വ്യക്തികൾ ആ പേര് പറഞ്ഞിട്ടാണ് ഈ ടൈറ്റിൽ കാണിക്കുന്നത് തന്നെ. അതൊരു വെറൈറ്റി ആയി തോന്നി. അതുപോലെ തന്നെ എൻ്റെ പശ്ചാത്തലമായി വരുന്ന ഒരു സംഗീതം, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇതിൽ പറയുന്നുണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലം സെറ്റിട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട് ചില ഭാഗത്തൊക്കെ. അത് സെറ്റിട്ടാണോ അല്ലയോ എന്ന് കണ്ടപ്പോൾ തിരിച്ചറിയാത്ത വിധത്തിലാണ് അവർ ചിത്രീകരിച്ചിട്ടുള്ളത്. അതിന് മനോഹരമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതിൻ്റെ സംഘാടകർക്ക് മികച്ചൊരു കൈയ്യടി തന്നെ കൊടുക്കേണ്ടി സാധിക്കും. കാരണം എനിക്ക് കണ്ടിട്ട് എനിക്ക് പോലും തിരിച്ചറിഞ്ഞില്ല ഇത് സെറ്റാണോ അല്ലെങ്കിൽ ഒറിജിനലാണോ. കാരണം അതിമനോഹരമായിട്ട് തന്നെയാണ് സെറ്റ് ക്രിയേറ്റ് ചെയ്തത്. അവർക്കാണ് ഏറ്റവും മികച്ചൊരു കൈയ്യടി കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് പാട്ടുകൾ അത്യാവശ്യമായ സ്പേസിൽ തന്നെയാണ് പാട്ടുകൾ കൊടുത്തിട്ടുള്ളൂ. കോമഡികളാണെങ്കിൽ തുടക്കം തൊട്ട് ഒടുക്കം വരെയും ഒരു വിധത്തിൽ നമ്മളെ കാണുന്ന പ്രേക്ഷകർ ബോറടിപ്പിക്കാതെ മികച്ച രീതിയിൽ തന്നെ കോമഡി എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റർക്കാണെങ്കിലും അതുപോലെ തന്നെ ഡയറക്ടർക്കാണെങ്കിലും അത് ഓരോ വ്യക്തികളും തനിക്ക് സ്പേസ് കൊടുത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സ്പേസിനനുസരിച്ച് അവർ ചെയ്തു. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് എനിക്ക് തോന്നി. അപ്പോൾ തീർച്ചയായിട്ടും ഗുരുവായൂർ അമ്പലനടയിൽ ഒരു വട്ടം കണ്ട് മറക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഒരു അനുഭവം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഭാഗത്തൊക്കെ സെക്കൻഡ് ഹാഫിലോട് കിടക്കുമ്പോൾ ഭയങ്കര വലിച്ചു നീട്ടുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഫസ്റ്റ് ഹാഫിലുള്ള ഒരു ഒഴുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് കിട്ടാത്തൊരു ഫീല് ആയിരുന്നു. പക്ഷെ തിരിച്ചു വന്ന് വീണ്ടും നമ്മുടെ ECG പോലെ തിരിച്ചു വന്ന് നമ്മുടെ ഇതിൻ്റെ ക്ലൈമാക്സിലെ കുറച്ച് സീൻസ് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ആ 10-15 മിനിറ്റൊക്കെ വളരെ ഗംഭീരമായി തന്നെ ചിരിച്ചാലും വീണ്ടും റിപ്പീറ്റ് അടിച്ച് ചിരിച്ചു. കാരണം നമ്മൾ പടം കണ്ട് ചിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ആ വ്യക്തികൾ പോലും നമ്മളെ നോക്കി ചിരിക്കായിരുന്നു.
ഓരോ വ്യക്തികളും. കാരണം തിയേറ്ററിൽ ഫുൾ ഒരു കൂടച്ചിരി തന്നെയാണ് സമ്മാനിച്ചത്. കാരണം നമ്മൾ ആവേശം പോലത്തെ ചിത്രങ്ങളൊക്കെ ശേഷം വീണ്ടും ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ഫാമിലി സപ്പോർട്ടുള്ള ഒരു സബ്ജക്റ്റായി വരുമ്പോൾ അതൊട്ട് തന്നെ നിരാശപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഗുരുവായൂർ അമ്പലനടയെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു ഏവറേജ് അനുഭവമാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു തവണ കണ്ട് മറക്കാവുന്ന രീതിയിൽ തന്നെയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്നിട്ടുള്ള ആ ചിത്രം എനിക്ക് സമ്മാനിച്ചു. കാരണം അതിലെ കഥാപാത്രങ്ങളോ ആരും തന്നെ നമ്മൾ തിയേറ്റർ വിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ കടന്നു വരുന്നില്ല, അല്ലെങ്കിൽ അതിലുള്ള കോമഡികൾ ഓർക്കും റിപ്പീറ്റീവായിട്ട് വീണ്ടും തോന്നുന്നില്ല എന്ന് ഞാൻ ഏറ്റവും വലിയൊരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഏവറേജ് അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മലയാള സിനിമയിൽ പല പല കല്യാണം എലിമെൻറ്റ്സും ആളുകൾ പല പല ചിത്രം ചിത്രീകരിച്ചിട്ടുണ്ട്. അത് ചിലതൊക്കെ വിജയിച്ചു, ചിലതൊക്കെ പരിചയപ്പെട്ടു. എങ്കിൽ പോലും ഈ ടൈമിൽ ഒരു ഫുൾ ഓഫ് മലയാള സിനിമ സമ്മാനിക്കുന്ന ടൈമിൽ പോലും ഗുരുവായൂർ അമ്പലനടയിൽ തീർച്ചയായിട്ടും നിരാശ സമ്മാനിക്കുന്നില്ല. അതിൻ്റേത് ആവശ്യമായ ഘടകങ്ങളെല്ലാം തന്നെ ഇതിലുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രകടനമാണെങ്കിലും ഡയറക്ഷനാണെങ്കിലും തിരക്കഥ ആണെങ്കിലും പാട്ടുകളാണെങ്കിലും വസ്ത്രാലങ്കാരം മേക്കപ്പ് ആണെങ്കിലും എല്ലാ വിധത്തിലും നമ്മളോട് ഇരുപൽ ചിത്രം തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. അപ്പോൾ ഒരു തവണ ഫാമിലിയോടൊപ്പം കാണാൻ ചിത്രം തന്നെയാണ് ഞാൻ ഉറപ്പ് നൽകുന്നു. അത് തീർച്ചയായിട്ടും കാണാത്തതിന് കണ്ടു നോക്കുക, അഭിപ്രായം രേഖപ്പെടുത്തുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ പോലെ നമ്മുടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എനിക്ക് വീണ്ടും പുതിയ വീഡിയോ കാത്തിരിക്കുന്നതായിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.